ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യഹൂദ വിശ്വസ്തൻ. ഹോശേയ 11:12 എഫ്രയീം കപടം കൊണ്ടും ഇസ്രയേൽ ഗൃഹം വഞ്ചന കൊണ്ടും എന്നെ ചുറ്റിക്കൊള്ളുന്നു. യഹൂദയും ദൈവത്തോടും വിശ്വസ്തനായ പരിശുദ്ധനോടും ഇന്നും അസ്ഥിരത കാണിക്കുന്നു. എഫ്രയീം എന്ന പേര് ഇസ്രയേൽ എന്ന പേരിനോട് ചേർന്ന് എഴുതിയിരിക്കുന്നു. ഇസ്രയേൽ എന്ന പേര് യാക്കോബിന്റെ വേറൊരു പേരാണ്. യാക്കോബിന്റെ പുത്രനായ രൂബേന്റെ ശ്രേഷ്ഠാവകാശം യോസേഫിന്റേതായി മാറുന്നു. 1 ദിനവൃത്താന്തം 5-ാം അധ്യായം അതിന്റെ 1-2 വചനങ്ങളിൽ ഇസ്രയേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ, അവനല്ലോ ആദ്യജാതൻ, എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രയേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. വംശാവലി ജ്യേഷ്ഠാവകാശ പ്രകാരം എണ്ണുവാനുള്ളതുമല്ല. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ജ്യേഷ്ഠാവകാശമോ യോസേഫിന് ലഭിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. റൂബേന്റെ ജ്യേഷ്ഠാവകാശം യോസേഫിന് ലഭിച്ചു. യോസേഫിന് ശേഷം ജ്യേഷ്ഠാവകാശം യോസേഫിന്റെ പുത്രനായ എഫ്രയീമിന് ലഭിക്കുന്നു. ഇത് യിരെമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 9 എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എഫ്രയീം ജ്യേഷ്ഠാവകാശിയായിരിക്കുന്നതിനാൽ ഇസ്രയേൽ എന്ന പേര് അവനോട് ചേരുന്നു. ഇതിനെയാണ് ഹോശേയ 11:12 എഫ്രയീമ്യരെ ഇസ്രയേല്യർ എന്ന് എഴുതിയിരിക്കുന്നത്. അവരുടെ പേര് വഞ്ചകർ എന്നത് യെരോബിയാമിന്റെ കീഴിൽ 10 ഗോത്രം ഇസ്രയേൽ എന്ന പേരിലെ പിരിഞ്ഞ് വിഗ്രഹാരാധനയിൽ തിരിഞ്ഞു. ഇസ്രയേൽ രാജാക്കൾ എല്ലാവരും യെരോബിയാമിന്റെ പാപം എന്ന വിഗ്രഹാരാധനയിൽ ഇരിക്കുന്നു. ഇതാണ് അവരുടെ പേര് വഞ്ചകർ എന്ന് ഹോശേയ 11:12 എഴുതപ്പെട്ടിട്ടുള്ളത്. ഇസ്രയേൽ എന്ന പേരിൽ 10 ഗോത്രം പിരിഞ്ഞ് അശ്ശൂർ നാട്ടിൽ അടിമകളായി പോയി. ഇവിടെ യഹൂദന്മാർ ലേവ്യർക്കും ബെന്യാമിൻ ഗോത്രത്തിനും ഒപ്പമാണ് ഭരിക്കുന്നത്. ഇതിനെക്കുറിച്ച് യഹൂദ വിശുദ്ധന്മാരോട് സത്യസന്ധമായിരിക്കുന്നു എന്ന് ഹോശേയ 11:12 എഴുതപ്പെട്ടിരിക്കുന്നു. ഇസ്രയേൽ എന്ന പേരിൽ 10 ഗോത്രങ്ങൾ വിഗ്രഹങ്ങൾക്ക് അടിമയായി ശിക്ഷാവിധിയിൽ ഉൾപ്പെടുന്നു. യഹൂദ ബെന്യാമിൻ ഗോത്രങ്ങൾ ലേവ്യരെ തങ്ങളോട് ചേർത്ത് സത്യദൈവത്തെ ആരാധിച്ചു വരുന്നു. ഇവരാണ് സത്യമുള്ളവർ അല്ലെങ്കിൽ വിശ്വസ്തതയുള്ളവർ എന്ന് പ്രവാചകൻ പറയുന്നത്. ഇവിടെ നാം ഇസ്രയേൽ എന്ന പേരിനെയും യഹൂദ എന്ന പേരെയും കാണാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 13-ാം വചനത്തിൽ ഇവർ എബ്രയർകൾ എന്ന് വിളിക്കപ്പെടുന്നു. എബ്രയനായ അബ്രഹാം 318 പേരിനെ കൊണ്ട് രാജാക്കന്മാരെ തോൽപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇവർക്ക് മൽക്കിസെദീക്ക് എന്ന അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 18, 19, 20 വചനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അബ്രഹാമിനെ എബ്രയൻ എന്ന പേരിലെ നമുക്ക് കാണാൻ പറ്റും. അബ്രഹാമിന്റെ സന്തതികൾ എല്ലാവരും എബ്രയ ഭാഷ സംസാരിക്കുന്നവരാണ്. പുറപ്പാട് 1:19 സൂതികർമ്മിണികൾ ഫറവോനോട്, എബ്രയ സ്ത്രീകൾ മിസ്രയീമ്യ സ്ത്രീകളെ പോലെ അല്ല, അവർ നല്ല തിറമുള്ളവർ. സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയുമെന്ന് പറഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. അബ്രഹാമിന്റെ സന്തതികൾ യാക്കോബിന്റെ കുടുംബം മിസ്രയീമിൽ അടിമയായി പോയ സമയത്തിൽ അവർ എബ്രയർ എന്ന് അവരെ വിളിച്ചിരുന്നു. അബ്രഹാമിന് തേജോമയനായ ദൈവമെന്നും സർവശക്തിയുള്ള ദൈവമെന്നും നിത്യദൈവമായ ദൈവമെന്നും ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. അപ്പോസ്തലപ്രവൃത്തി 7:2 തേജോമയനായ ദൈവമെന്നും, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1 സർവശക്തിയുള്ള ദൈവമെന്നും, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 33 നിത്യദൈവമായ ദൈവം എന്നും എഴുതിയിരിക്കുന്നു. അബ്രഹാം ഈ വെളിച്ചത്തെ പ്രാപിച്ച്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് ദൈവം അബ്രഹാമിനെ കുറിച്ച് സാക്ഷി പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 22:12 എഴുതപ്പെട്ടിട്ടുണ്ട്. അബ്രഹാം ദൈവത്തെ അറിഞ്ഞ സ്ഥാനത്തിൽ ദൈവം അബ്രഹാമിനെ അറിയുന്നു. ഇതാണ് എബ്രയർ എന്ന പേരിന്റെ സത്യം. മിസ്രയീമിൽ നിന്ന് അവർ മോചനം പ്രാപിക്കുമ്പോൾ പുറപ്പാട് 4:22 ഇസ്രയേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ എന്ന് ദൈവം അവരെ വിളിക്കുന്നു. അതിനുശേഷം ഇസ്രയേല്യർ എന്ന പേരിൽ അവരെ വിളിക്കപ്പെടുന്നു. യോശുവ മൂല്യമായി വാഗ്ദത്തം ചെയ്ത ദേശത്തെ പ്രാപിക്കുന്നു. ആവർത്തനം 33:26 നിന്ന് തുടർച്ചയായ വചനങ്ങളിൽ യെശൂർ എന്ന പേരിലും ഇസ്രയേൽ എന്ന പേരിലും യാക്കോബ് എന്ന പേരിലും മോശെ അവരെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 32:28 നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്ന് ദൈവം യാക്കോബിനോട് സംസാരിക്കുന്നു. യെശൂർ എന്നാലും
ഇസ്രയേൽ എന്നാലും യാക്കോബ് എന്നാലും ഇത് മനുഷ്യനെ കാട്ടുന്നു. യൊരോബെയാം ഇസ്രയേൽ എന്ന പേരിൽ ശിക്ഷാവിധി പ്രാപിച്ചു എന്നത് നാം കണ്ടു. ഇസ്രയേലിന്റെ 4ാമത്തെ പുത്രനാണ് യഹൂദ. യോസേഫ് മിസ്രൈമിൽ ബെന്യാമീനെ തന്റെ വശത്താക്കി തടവിലാക്കിയപ്പോൾ അവന്റെ കയ്യിൽ നിന്നും ബെന്യാമീനെ യഹൂദ വിടുവിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 44:16 വചനത്തിൽ നിന്ന് തുടർച്ചയായ വചനങ്ങളിൽ യഹൂദയുടെ താഴ്മയുള്ളതും മനസ്താപവുമുള്ള ഹൃദയം യോസേഫിന്റെ കഠിന ഹൃദയത്തെ ഉടച്ചു കളയുന്നു. ഇവിടെ യഹൂദ എല്ലാവരെയും ഒന്നാക്കുന്ന സ്ഥാനത്തിൽ അവൻ ഇടപെട്ടതായി നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 49:8 യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും എന്ന സ്ഥാനത്തിൽ ഇരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ക്ഷാമകാലത്തിൽ ധാന്യം കൊള്ളുവാൻ പോകുന്ന സ്ഥാനത്ത് യോസേഫ് അവരെ കഠിനമായി സംസാരിച്ച് സാഹചര്യത്തിൽ എല്ലാറ്റിനും ഒരു അവസാനം കൊണ്ടുവന്നത് യഹൂദയാണ്. അവർ എല്ലാവരും യോസേഫിന്റെ ഭരണത്തിന് കീഴിൽ മിസ്രൈമിൽ കൊണ്ടുപോകുന്നു. ഇസ്രയേൽ എന്ന പേരിൽ ഇവർ മോചനം പ്രാപിച്ച് കനാനെ സ്വതന്ത്രമായി പ്രാപിക്കുന്നു. യഹൂദ ദേശത്തിന് നേതാവാകിയ കാലേബ് സത്യസന്ധനായി ദൈവത്തെ പിൻപറ്റി ഹെബ്രോൻ സ്വതന്ത്രമായി കൊടുക്കുന്നതായി കാണപ്പെടുന്നു. ഇതിന് യോശുവ 14:11 വചനത്തിൽ നിന്ന് തുടർച്ചയായ വചനങ്ങളിൽ നമുക്ക് കാണാം. ഹെബ്രോൻ പിതാക്കളുടെ സ്വാതന്ത്ര്യം. ഉൽപ്പത്തി പുസ്തകം 23 ഹെബ്രോൻ എന്ന മക്പേല ഗുഹയിൽ സാറയെ അടക്കം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 49:31 നിന്ന് തുടർച്ചയായ വചനങ്ങളിൽ അബ്രഹാം, സാറ, ഇസഹാക്ക്, റിബേക്ക, യാക്കോബ്, ലേയ എന്ന 6 പേർ അതിൽ അടക്കം ചെയ്തതായി കാണുന്നു. ഈ ഹെബ്രോനെ യഹൂദ ഗോത്രം സ്വതന്ത്രമായി പ്രാപിക്കുന്നു. യോശുവ 14:13 യോശുവ അവനെ അനുഗ്രഹിച്ച് ഹെബ്രോൻ മല യെഫുന്നെയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 2:2 ശൗലിന്റെ മരണത്തിന് ശേഷം ദാവീദ് യഹൂദയിലേക്ക് പോകുന്നു. ദൈവം ഹെബ്രോനിൽ പോ എന്ന് പറയുന്നു. 2 ശമൂവേൽ 2:1 അനന്തരം ദാവീദ് യഹോവയോട്, ഞാൻ യഹൂദ്യ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, ചെല്ലുക എന്ന് കൽപ്പിച്ചു. ഞാൻ എവിടേക്ക് ചെല്ലേണ്ടോ എന്ന് ദാവീദ് ചോദിച്ചതിന് ഹെബ്രോനിലേക്ക് എന്ന് അരുളപ്പാടുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. 2 ശമൂവേൽ 3 മുതൽ 5 വരെ 6 പുത്രന്മാർ ദാവീദിന് ജനിക്കുന്നു. ഹെബ്രോനിൽ 6 പേരിനെ അടക്കം ചെയ്തു. ഇവിടെ ഹെബ്രോനിൽ 6 പുത്രന്മാർ ദാവീദിന് ജനിക്കുന്നു. ഇത് ഉയർത്തെഴുന്നേൽപ്പിനെ വെളിപ്പെടുത്തുന്നു. ദാവീദ് എല്ലാറ്റിനെയും ഇവിടെ ജയിക്കുന്നു. സമസ്ത ഇസ്രയേലിനും രാജാവായി അഭിഷേകം ചെയ്യുന്നതായി കാണുന്നു. യഹൂദ എന്ന പേരിൽ ദാവീദിന്റെ കുടുംബം തുടർന്ന് ഭരിക്കുന്നതായി നമുക്ക് കാണാം. അവർ ബാബിലോണിലേക്ക് പോയാലും തിരിച്ച് യഹൂദ യെരൂശലേമിനെ പ്രാപിച്ചുകൊള്ളുന്നു. അശ്ശൂരിൽ പോയി ഇസ്രയേല്യർ തിരിച്ചു വന്നില്ല. അവരുടെ പേര് വഞ്ചകർ എന്ന സ്ഥാനത്തിലെ ശിക്ഷാവിധി പ്രാപിച്ചു. യഹൂദന്മാർ ദയയെ പ്രാപിച്ചുകൊള്ളുന്നു. ഇസ്രയേൽ എന്ന ദേശമില്ലാതെ ഇപ്പോൾ യഹൂദ എന്ന ദേശമാണുള്ളത്. യെശയ്യാവ് 26:1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ യഹൂദ ദേശത്തിൽ ഈ പാട്ട് പാടും എന്ന് എഴുതിയിരിക്കുന്നു. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും നീങ്ങി പോകുകയില്ല എന്ന് ഉൽപ്പത്തി പുസ്തകം 49:10 എഴുതപ്പെട്ടിട്ടുണ്ട്. എസ്തേർ 6:13 അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു. എബ്രയർ എന്ന പേരിലെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന പൂർവ്വ പിതാക്കന്മാർ ജീവിച്ചു വന്നു. യാക്കോബിന്റെ കുടുംബം ഇസ്രയേൽ എന്ന പേരിൽ ജീവിച്ചാലും യൊരോബെയാമിന്റെ നേതൃത്വത്തിൽ കപടർ, വഞ്ചകർ എന്ന സ്ഥാനത്ത് അവർ ശിക്ഷാവിധിയെ പ്രാപിച്ചുകൊള്ളുന്നു. യഹൂദ എന്ന പേരിൽ ദാവീദിൻ കുടുംബം ഇന്നും നിലനിൽക്കുന്നു. യഹൂദ ഗോത്രത്തിലെ സിംഹവും മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 5:5 എഴുതപ്പെട്ടിട്ടുണ്ട്. യഹോദയുടെ വിശ്വസ്തതയ്ക്ക് നമുക്കും സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.